സുപ്രീം കോടതി ഇന്ന് നേരിട്ട് വിസിമാരെ നിയമിക്കാനിരിക്കെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ച് സംസ്ഥാന സർക്കാർ സിസ തോമസിനെ KTU വിസിയായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഗവർണർക്ക് കീഴടങ്ങിയിരിക്കുന്നു. സാങ്കേതിക സർവകലാശാല വിസിയായി സജി ഗോപിനാഥിനെയും നിയമിച്ചു. ലോക് ഭവൻ്റെ ഉത്തരവ് പ്രകാരമായിരുന്നു വിസിമാരുടെ നിയമനം. ശാലിനിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശാലിനി, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിസിമാരുടെ നിയമനത്തിൽ സർക്കാർ ഗവർണർ പോര് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 2 മന്ത്രിമാരാണ് ലോക് ഭവനിൽ എത്തി ഗവർണറെ സന്ദർശിച്ചത്. മന്ത്രി പി രാജീവും മന്ത്രി ബിന്ദുവും. ഇവർ പറഞ്ഞത് ഗവർണർ നിർദ്ദേശിച്ച പേരുകൾ, വിസിമാരുടെ പേരുകൾ അത് അംഗീകരിക്കാനാവില്ല എന്നാണ്. പക്ഷേ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടും എന്ന് കണ്ടതുകൊണ്ടാണോ ഇന്നലെ ഈ സാങ്കേതിക സർവകലാശാല വിസിയായി സിസ തോമസിനെയും അതുപോലെ ഡിജിറ്റൽ സർവകലാശാല വിസിയായി സജി ഗോപിനാഥിനെയും നിയമിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെയാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സർക്കാർ ഗവർണർ തർക്കം പോര് അത് തുടരുകയാണ്. പ്രധാനമായും ഈ വിസി വിഷയത്തിലാണ് മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിവെച്ച ആ ഒരു തർക്കം ഇപ്പോൾ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നതിന് ശേഷവും തുടരുകയും ചെയ്തത്. വിസി നിയമനത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് നിയമനവുമായി ശരിയായ രീതിയിൽ പോകണമെന്നുള്ളതായിരുന്നു ലോക് ഭവന്റെ നിലപാട്. ആ നിലപാടുകൾക്കെതിരായി പല ഘട്ടങ്ങളിലും സർക്കാർ പ്രവർത്തിച്ചത് തന്നെയായിരുന്നു. അത് തർക്കത്തിലേക്ക് പിന്നീട് പോയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആ നിയമന വിഷയം സുപ്രീം കോടതിയിലേക്കടക്കം എത്തിയൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സുപ്രീം കോടതി ഇത്തരത്തിൽ വിസി നിയമനത്തിൽ ഇടപെടുന്നതും ഒപ്പം തന്നെ മുൻ സുപ്രീം കോടതി വിധികളടക്കം നോക്കാതെയുള്ള നടപടികൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രതികരണവുമായിട്ടൊക്കെ ഗവർണർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക് ഭവന്റെ ഭാഗത്ത് നിന്ന് നിർണായക നടപടി ഉണ്ടായിട്ടുള്ളത്. 2 സർവകലാശാലകൾക്ക് വിസിമാരെ നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതായത് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൽ KTU സർവകലാശാലയുടെ നിയമനമാണ്. KTUവിന്റെ വിസിയായി വീണ്ടും ആ തലപ്പത്തേക്ക് സിസ തോമസ് എത്തുകയാണ്. സിസ തോമസ് എത്തുമ്പോൾ അത് വലിയ രീതിയിൽ രാഷ്ട്രീയമായി തന്നെ നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പല ഘട്ടങ്ങളിൽ സിസയുടെ വിരമിക്കലടക്കമുള്ള നടപടികൾ നടക്കുന്ന സമയത്തും അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് സർക്കാർ നിരന്തരമായി ദ്രോഹിച്ച, രാഷ്ട്രീയമായി ആയുധമാക്കിയ ഒരു വ്യക്തിയാണ് സിസ തോമസ്. പല ഘട്ടങ്ങളിൽ അവർ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സിസ തോമസിനെയാണ് ഇപ്പോൾ KTU സർവകലാശാലയുടെ വിസിയായി നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനം ഇപ്പോൾ ലോക് ഭവൻ എടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ഡിജിറ്റൽ സർവകലാശാലയിലെത്തി റിലീവിംഗ് വാങ്ങിയതിനു ശേഷം രാവിലെ 11 മണിയോടുകൂടി KTU സർവകലാശാലയുടെ വിസിയായി സിസ തോമസ് ചുമതലയേൽക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഡോക്ടർ സജി ഗോപിനാഥിനെയാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ വിസിയായി നിയമിച്ചിട്ടുള്ളത്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള 2 വിസിമാരെ 2 കീ പോയിന്റുകളിലേക്ക് ചുമതല നൽകുകയാണ്. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ 3 വർഷമായി സിസയോട് പോരടിച്ച സർക്കാർ സിസയുടെ നിയമനത്തിൽ ഗവർണർ നിലപാട് അംഗീകരിച്ചതോടുകൂടി വലിയ രീതിയിൽ ക്ഷീണത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. ഈ ഗവർണർ സർക്കാർ പോരിനു കൂടി ഒരു ചെറിയ ശമനം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ചില അനുരഞ്ജന ചർച്ചകൾക്കായി അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമമന്ത്രി പി രാജീവും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ലോക് ഭവനിലേക്ക് ഇടവേളയ്ക്ക് ശേഷം എത്തിയിരുന്നു. ആ അനുരഞ്ജനങ്ങളൊക്കെ ഫലം കണ്ടോ എന്നുള്ളത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. ഇപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിലായി നിർണായക തീരുമാനം ഇപ്പോൾ ലോക് ഭവൻ സ്വീകരിച്ചിരിക്കുന്നു. KTU സർവകലാശാല വിസിയായി ഡോക്ടർ സിസ തോമസിനെയും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല വിസിയായി സജി ഗോപിനാഥിനെയും നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. അനിൽ നമ്പ്യാർ, 2 വിസിമാരുടെ നിയമനത്തിൽ നിലനിന്നിരുന്ന സർക്കാർ ഗവർണർ പോരിന് ശാലിനി പറഞ്ഞതുപോലെ താൽക്കാലിക ശമനം ആയിരിക്കുന്നു. സിസ തോമസ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി നിയമിക്കപ്പെടുന്നു. അതുപോലെ സജി ഗോപിനാഥ് ഡിജിറ്റൽ സർവകലാശാല വിസിയായി നിയമിക്കപ്പെടുന്നു.